അത് മാത്രമല്ല, ഒരു വെരി ഇൻട്രസ്റ്റിംഗ് അനക്ഡോട്ട്. ലാലിമൺ നല്ലൊരു കഥ പറഞ്ഞു തന്നു ഇതിനെ കുറിച്ച്. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ഈ ഇലക്ഷനെ കുറിച്ച്. എന്റെ ഡൽഹിയിൽ എവിടെ വരുന്ന തൊട്ട് മുമ്പത്തെ ദിവസം ഒരു ഡൽഹി ബിസിനസ് മാൻ, പ്രധാനപ്പെട്ട വ്യക്തിയാണ്, അതിന് പേര് പറയാൻ ധൈര്യമില്ല. ഈ ധൈര്യമില്ലായാണ് ഇപ്പൊ ഭാരതത്തിന്റെ അടയാളം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് അദ്ദേഹം ഒരു 100 സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇലക്ഷൻ ജയിക്കാൻ പോകുന്നത്? 95 പറഞ്ഞു BJP ജയിക്കും. ആ ഒരേ 100 പേരോട് ചോദിച്ചു, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? 85% പേര് പറഞ്ഞു BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല. അതിനർത്ഥം എല്ലാവരും വിചാരിക്കുന്നു ഈ മോദിയുടെ പ്രഭാഷണങ്ങളും ഈ പ്രോപ്പഗാൻഡയും കേട്ടിട്ട് അവർ ജയിക്കുന്നു. പക്ഷെ അവര് സ്വന്തം വോട്ടിംഗ് ബിഹേവിയറിൽ അവരതിനെ എതിർക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഭൂരിപക്ഷ ഭാരതീയരുടെ യാഥാർത്ഥ്യം. ഇപ്പോൾ BJPയെ കുറിച്ച് ഒരു മോശവാക്യം കൂടി എഴുതാൻ ധൈര്യമില്ലാത്ത ജേർണലിസ്റ്റ് നമ്മളവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെന്താ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഈ സർക്കാരിനെ മാറ്റിത്തരും. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു ഈ സർക്കാരിന്റെ ഭരണത്തിൽ ജേർണലിസം പ്രാക്ടീസ് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ പറയും. ഞാൻ ഇത് കണ്ട ശേഷം ഞാൻ കോൺഫിഡന്റ്ലി നിങ്ങളോട് പറയുന്നു, ദിസ് കൺട്രി ഈസ് കമ്മിങ് ഇൻ ഫോർ എ ബിഗ് ചേഞ്ച് ആൻഡ് വി വിൽ ബി ലീഡിംഗ് ഇറ്റ്.